Good afternoon, Miss. Good afternoon. ഇതാരാണ് പുതിയൊരാളെ കാണുന്നത്? ഷഹാന ഷെറിൻ അല്ലേ? എവിടെയായിരുന്നു ഇത്രയും കാലം? എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞേ. എന്താ മോളെ? ഉമ്മ ഉപ്പാന്റെ വീട്ടിലാ ഉണ്ടായിനി. അതെവിടെയാണ് സ്ഥലം? എവിടെയാ? ഞെക്ലി. അപ്പൊ ക്ലാസ് എങ്ങനെ? നീ എല്ലാ ദിവസവും നീ ഇതുവരെ ഏത് ക്ലാസ്സും അറ്റൻഡ് ചെയ്തിട്ടില്ലല്ലോ? ഇല്ല. ഇല്ല. അപ്പൊ എന്ത് ചെയ്യുന്ന? യൂട്യൂബ് ക്ലാസ് കാണാറുണ്ടോ? നിന്നെ വിളിച്ചാലും കിട്ടാറില്ല. എനിക്ക് അത്ഭുതമായിപ്പോയി. ഞാൻ വിചാരിച്ചു ആരോ അറിയാതെ ഇങ്ങനെ ഗ്രൂപ്പിൽ കയറിപ്പോയതാണോ എന്ന് ചോദിച്ചു. നിന്നെ കണ്ടു. ഞാൻ എന്നെ ആദ്യമായിട്ട് കാണുന്നല്ലേ. വീട് പണിയായോണ്ട് അവിടെയാ ഉണ്ടായത്. അതെയോ? ഓക്കെ. ഇനി എല്ലാ ദിവസവും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലേ? ഇനി എല്ലാ ദിവസവും ഇനിയുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലേന്ന്? എല്ലാ വിഷയവും? ഓക്കെ. എന്താ ഹന്ന, ഭക്ഷണമൊന്നും കഴിച്ചില്ലേ? ക്ഷീണിച്ചിരിക്കുന്ന എന്താ? ജോസ് ഭക്ഷണമൊക്കെ കഴിച്ച ചുമ്മാ ഇരിക്കുന്നു അല്ലേ? ബാക്കിയുള്ളവരെ കാണുന്നില്ലല്ലോ. നമുക്ക് നേരത്തെ എടുത്തതിന്റെ ബാക്കി തന്നെ പറയാൻ തോന്നുന്നു അല്ലേ? എക്സാം അല്ലേ പറഞ്ഞത്? എക്സാം പിന്നെ നോക്കാം. എക്സാം ഇടണോ? അതിന് ഷഹാന ഷെറിൻ ആദ്യമായിട്ട് വന്ന ഗസ്റ്റ് അല്ലേ നമ്മളുടെ? അപ്പൊ വന്ന ദിവസം തന്നെ എക്സാം ഇട്ടിട്ട് പിന്നെ തീരെ വരാതെന്നാലോ? അല്ല ലക്ഷ്മി പ്രിയ, എക്സാം അടുത്ത ആഴ്ച മതിയോ? എന്താണ്? ആ പാഠം ഫുള്ള് പഠിച്ചതല്ലേ. ഓ, അതുകൊണ്ടാ? അപ്പോൾ എക്സാം ഇടാൻ വന്നല്ലേ? ഷഹാന അറിയുന്നത് എഴുതോ മോളെ? ഷഹാന ഷെറിൻ കുറച്ച് അറിയുന്നത് നോക്കിയിട്ട് അറ്റൻഡ് ചെയ്യാട്ടോ. ഇത് മിസ്സിന് അയച്ചു തന്നാ മതി. കുറച്ച് ഏതായാലും. ഏത് ലെസൺ ആണ് പഠിക്കാൻ പറഞ്ഞത്? 8th lesson. 8th. ബാദൽ, ക്ലൗഡ് അല്ലേ? സിമ്പിൾ അല്ലേ? കുറച്ച് ക്വസ്റ്റ്യൻ ഇല്ല. എന്നിട്ട് അതിനുശേഷം നമുക്ക് ക്ലാസ് എടുക്കാം. റെഡി അല്ലേ? ഫസ്റ്റ് വേർഡ് മീനിങ് ആണേ. ഫസ്റ്റ് വേർഡ് മീനിങ് ഞാൻ പഠിച്ചില്ല. ആരാണ്? അതിലോ? എന്താ അതിലേ? പഠിക്കാഞ്ഞെന്തേ? ഓ, എന്താടാ ഇങ്ങനെ മറവി? അറിയുന്നത് എഴുതട്ടോ. പഠിക്കാൻ പറഞ്ഞത് ഓർമ്മിച്ചു വെക്കണം, പിന്നെ മറന്നുപോലെ. ഫസ്റ്റ് വേർഡ് നമ്പർ ഇട്ടിട്ട് അറിയില്ലെങ്കിൽ നമ്പർ അവിടെ ഇട്ടോക്ക്. ഷഹാന ഷെറിൻ അറിയുന്നത് എഴുത്. പഠിക്കാൻ പറഞ്ഞ പഠിക്കണ്ടേ? ഫസ്റ്റ് സഫേദ്. സഫേദ് വേർഡ് മീനിങ് സഫേദ്. എഡ്വിൻ ആൻസർ ഷീറ്റ് എടുത്തോളൂ. ഫസ്റ്റ് വേർഡ് മീനിങ് സഫേദ്.
ജിസ എഴുതിയോ? സഫേദ്. സെക്കൻഡ്, ആരും നോട്ടോ ടെക്സ്റ്റ് ഒന്നും തുറന്നു വെച്ച് എഴുതണ്ട. അങ്ങനെ എഴുതിട്ട് മാർക്ക് വാങ്ങിയിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. സെക്കൻഡ്, ബാദൽ. പഠിക്കാൻ പറയുമ്പോ തന്നെ ആ ലെസൺ ഒന്ന് നന്നായിട്ട് പഠിച്ചു വെക്കണം. നിങ്ങൾക്ക് ഇനി എക്സാം ആകുമ്പോൾ നിങ്ങൾക്ക് അത്ര ടഫായി തോന്നില്ല. ബാദൽ, ബാദൽ. തേർഡ്, താലാബ്. താലാബ്. സായി കൃഷ്ണ എക്സാം തുടങ്ങി. ഫസ്റ്റ് വേർഡ് മീനിങ് സഫേദ്. സെക്കൻഡ് വേർഡ് ബാദൽ. തേർഡ് താലാബ്. ഫോർത്ത് കിസാൻ. കിസാൻ. ഫിഫ്ത്ത് ഗർമി. ഗർമി. സഫേദ്, ബാദൽ, താലാബ്, കിസാൻ, ഗർമി. 5 എണ്ണം. മിസ് ഒന്നും കൂടി പറയോ അത്? പറയാ. ഫസ്റ്റ് വേർഡ് മീനിങ് 5 എണ്ണാണ്. ഫസ്റ്റ് സഫേദ്. സഫേദ്. ആദിത്യ നേരത്തെ ക്ലാസ്സിൽ എവിടെ പോയിരുന്നു? ക്ലാസ്സിലുണ്ടായിരുന്നോ ആദിത്യൻ? എന്തു പറ്റി? കണക്ട് ചെയ്യാൻ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്താണ്? കണക്ട് ചെയ്യാൻ കിട്ടിയില്ലായിരുന്നു. അതെയോ? ഓക്കെ. ചോദ്യം ഒന്നുകൂടെ പറഞ്ഞു തരുവോ? പറയാം. ഗ്രേസ് എന്ത് ലേറ്റ് ആയി പോയി മോളെ? ഉറങ്ങിപ്പോയോ? നോക്കേ, ഫസ്റ്റ് വേർഡ് മീനിങ് 5 എണ്ണം ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഒന്നുകൂടി പറയണം. എല്ലാവരും എഴുതിക്കോ. ലേറ്റ് ആയിട്ട് വന്നത് കുറച്ച് സ്പീഡ് ആക്കി എഴുതുക. ഫസ്റ്റ് വേർഡ് മീനിങ് സഫേദ്. നിങ്ങളെ ക്ലാസ്സിലോട്ട് ഇന്ന് പുതിയൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്, ഷഹാന ഷെറിൻ. നിങ്ങൾ കുറെ നാളുകളായിട്ട് കാണാത്തത്. ഞാൻ ആദ്യമായിട്ടും കണ്ടത്. അതുകൊണ്ട് വേഗം എക്സാം എഴുതി ഫുള്ള് മാർക്ക് വാങ്ങണം എല്ലാവരും. സഫേദ്. സെക്കൻഡ് ബാദൽ. ബാദൽ. തേർഡ് താലാബ്. 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 ഫോർത്ത് കിസാൻ. കിസാൻ. മിസ് ഒന്നും കൂടെ പറയാമോ? ഒന്നുകൂടി പറയാം. നമ്പർ 1 സഫേദ്. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ. എക്സാം ആണ്, വേഗം നോക്ക്. ഫസ്റ്റ് വേർഡ് മീനിങ്ങിലെ ഫസ്റ്റ് വേർഡ്
മുഹമ്മദ് റിഹാൻ, മുഹമ്മദ് കെ, പിന്നെ ആരാണ് ഒരു മുഹമ്മദ് കൂടി കാണുന്നത്? മുഹമ്മദ് കെ വന്നു. മുഹമ്മദ് റിഹാൻ ഉണ്ട്. പിന്നെ മുഹമ്മദ് റുവൈസ് ആണോ? റുവൈസ്. ഓക്കെ, വീഡിയോ ഓഫ് ചെയ്യില്ലേ? വേർഡ് മീനിങ് ഫസ്റ്റ്. ഫസ്റ്റ് വേർഡ് സഫേദ്. ഇനി വീണ്ടും ഞാൻ പറയില്ല കേട്ടോ. ഇനി വീണ്ടും ഞാൻ പറയില്ല. ഫസ്റ്റ് വേർഡ്, വേർഡ് മീനിങ് ഫസ്റ്റ് വേർഡ് സഫേദ്. സെക്കൻഡ് വേർഡ് ബാദൽ. തേർഡ് താലാബ്. അതന്നെ എന്തെങ്കിലും വന്നത്. ഫോർത്ത് കിസാൻ. ഫിഫ്ത്ത് ഗർമി. 5 എണ്ണം വേർഡ് മീനിങ് ആണ് ഗർമി വരെ. ഗ്രേസ് എഴുതിയില്ലേ? അഞ്ചാമത്തെ ഗർമി. മിസ് രണ്ടാമത്തെ മിസ് ആരാണത് രണ്ടാമത്തെ? രണ്ടാമത് ബാദൽ. ഇത്ര സമയം പറഞ്ഞ മനസ്സിലായിട്ടില്ലേ? ആരവിന്റെ എക്സാം ആണോ ചോദിക്കുന്നത്? വല്ലപ്പോഴും വരണേ ക്ലാസ്സിലോട്ട്. എന്നാലേ എക്സാം ആണെന്നോ അല്ലെങ്കിൽ ക്ലാസ് നടക്കുന്നോ ഒക്കെ മനസ്സിലാവണമെങ്കിൽ വല്ലപ്പോഴും വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് വരണം. നെക്സ്റ്റ് പര്യായവാചി ശബ്ദ. മുഹമ്മദ് ഇടക്കിടക്ക് സംസാരിക്കല്ലേ. പര്യായവാചി ശബ്ദ ലിഖോ. പര്യായവാചി പര്യായ പദങ്ങൾ എഴുതണേ. ഫസ്റ്റ് സൂരജ്. സൂരജ്. നോട്ടിലൊന്ന് നോക്കിയിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കണ്ടേ? ഞാൻ നിങ്ങൾ ഓരോരുത്തരും നോട്ട് നോക്കുന്ന ചിലവരെ ഞാൻ കാണുന്നുണ്ട് ഇടുന്നേ. ഓൺലൈനിൽ വടിയുടെ അടി അങ്ങോട്ട് വരും പാർസല്. ക്ലാസ് മാത്രല്ല ഓൺലൈനിൽ അടിയുണ്ട്. ഓൺലൈനായിട്ട് ഇങ്ങനെ നോട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണ്. അറിയില്ലെങ്കിൽ എഴുതണ്ട. ഇമ്പോസിഷൻ എഴുതിക്കോളൂ 10 പ്രാവശ്യം. അവിടുന്ന് ഇവിടെ നോക്കിയിട്ടൊന്ന് കണ്ടുപിടിച്ചൊന്നും കണ്ട. സൂരജ് എഴുതിയോ? നെക്സ്റ്റ് ബാദൽ. ബാദൽ. എഴുതിയോ? ബാദൽ എഴുതിയോ? സൂരജ് ബാദൽ. അത് രണ്ടെണ്ണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എഴുതിക്കോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുമ്പോ തന്നെ എഴുതണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ बादल कितने रंगों के दिखाई देते हैं? बादल कितने रंगों के दिखाई देते हैं? बादल कितने रंगों के दिखाई देते हैं? बादल कितने रंगों के दिखाई देते हैं?
എഴുതി ആൻസർ എഴുതുന്നുണ്ടോ? മിസ്സേ ക്വസ്റ്റ്യൻ ആൻസറിന്റെ ക്വസ്റ്റ്യൻ മാത്രം എഴുതിയാ പോരെ? ക്വസ്റ്റ്യൻ ആൻസർ മാത്രം എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻ ആൻസർ മാത്രം എഴുതി വെച്ചോ. सेकंड क्वेश्चन, नदी नहर तालाब पोखर कैसे भर जाते हैं? नदी नहर तालाब पोखर कैसे भर जाते हैं? ഇവിടെയുള്ളൊക്കെ എങ്ങനെയാണ് വെള്ളം നിറയുന്നത്? ഏത് സമയത്താണ്? नदी नहर तालाब पोखर कैसे भर जाते हैं? ഏഞ്ചൽ എഴുതുന്നുണ്ടോ? എന്തോ സ്റ്റക്ക് ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. മിസ്സേ ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ മലയാളാർത്ഥം പറഞ്ഞുതരാവോ? ആർക്കാണ്? സോറി ജോസിയോ? മിസ്സേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബാദൽ കിത്തനെ രംഗം കെ ഏതെല്ലാം നിറങ്ങളിലാണ് കാർമേഘങ്ങൾ നമ്മൾ കാണുവാൻ സാധിക്കുന്നത്? അത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പൊ പറഞ്ഞത് നദി നഹർ താലാബ് പോക്കർ കൈസേ ഭർ ജാത്തെ ഹെ. നദിയിലും കുളത്തിലും തോടുകളൊക്കെ എപ്പോഴാണ് വെള്ളം നിറയുന്ന സമയം? മിസ്സേ ഓ, ഒന്നാമത്തെ ബിറ്റില് ആ മൂന്നാമത്തെ ഒന്ന് പറയാമോ? ഒന്നാമത്തെ ബിറ്റില് മൂന്നാമത്തെ പറയോ? ഒന്നാമത്തെ സെക്ഷനില് മൂന്നാമത്തെ പറയാന്ന്. ബാക്കിയല്ലേ ഇതിന്? എനിക്ക് മനസ്സിലായില്ല ഇതിന്റെ ചോദ്യം. മിസ്സേ അർത്ഥം എഴുതുന്നില്ലേ ഒറ്റ വാക്കായിട്ട്? അതില് 5 തന്നിട്ടുള്ളൂ. സഫേദ്, ബാദൽ, താലാബ്, കിസാൻ, ഗർമി. മൂന്നാമത്തെ താലാബ്. താലാബ്. മിസ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പറയോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നദി നഹർ താലാബ് പോഖർ കൈസേ ഭർ ജാത്തെ ഹെ. മിസ്സേ അതില് നാലാമത്തെയോ? എന്നാണ് നാലാമത്തെ? കിസാൻ. നീ അവിടുന്ന് ചിരിച്ചോണ്ടിരിക്കയാണ് മുഹമ്മദ് കെ. എനിക്ക് എന്നെ അടി വന്നാൽ തരുവേ. ഒരു സീരിയസ്നെസ് ഇല്ല. എക്സാം ആണ്. ഓൺലൈനിൽ എന്റെ അടി ഇനി തുടങ്ങുന്നുണ്ട്. നിങ്ങൾ ഇരിക്കുമ്പോ പുറത്ത് വന്നൊരു ഒറ്റ അടിയാണ്. അതിനുള്ള വല്ല സെറ്റപ്പ് ഉണ്ടോക്കട്ടെ. കുറെ പേർക്ക് അടി കിട്ടത്തിന്റെ കുറവുണ്ട്. ഒരടി കിട്ടി നന്നാവുന്നവരുണ്ട്. ഇങ്ങനെ ക്വസ്റ്റ്യൻ കൊടുക്കും, നോട്ടിൽ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ എഴുതുന്ന. എന്താ ഞാൻ ചെയ്യേണ്ടവരാ? നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് സ്ക്രീനിൽ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇനിയെങ്കിലും ഞാൻ പേര് വിളിക്കണ്ടല്ലോ. നോക്കി എഴുതുന്നവര് നോട്ട് മാറ്റി വെക്ക്, എഴുതേണ്ട. എനിക്ക് ഓരോരുത്തരും ആൻസർ എഴുതി അയച്ചു തരുമ്പോ എനിക്കറിയും ഏകദേശം എത്ര പേര് പഠിച്ചിട്ട് എഴുതിയവരുണ്ട്. മിസ് അതിൽ അഞ്ചാമത്തെയോ? അഞ്ചാമത്തെ ഗർമി. രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ ആയോ? എഴുതി എല്ലാവരും? എഴുതിയിട്ടുണ്ടല്ലേ? ഓക്കെ, അതങ്ങോട്ട് കുറച്ചങ്ങോട്ട് നീക്കി വെക്ക്. ടെക്സ്റ്റ് എടുത്ത് വെക്ക്. ആ എഴുതിയ കുറച്ചങ്ങോട്ട് നീക്കി വെക്ക്. മതി. ഇഷ്ടപ്പെട്ടു നിങ്ങൾ എഴുതിയത്. കുറച്ചങ്ങോട്ട് നീക്കി വെക്ക്. ക്ലാസ് കഴിഞ്ഞ് ഉടനെ എനിക്ക് അയച്ചു തരിക. റേഞ്ച് കട്ടായി പോയി, ഫോണിൽ കോള് വന്നു പോയി, അങ്ങനത്തെ ഒരു മാതിരി വർത്തമാനം പറയണ്ട. ക്ലാസ് എപ്പോഴാണോ കഴിയുന്ന ആ സമയത്തിന്
ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ എനിക്ക് എല്ലാവരും എനിക്ക് അത് അയച്ചു തരണം. കേട്ടല്ലോ? ആ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി എടുക്ക്. ആവോ സീഖേം, ലെറ്റ് us learn. പേജ് നമ്പർ 44. ഷഹാന ഷെറീൻ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ച് 44ാമത്തെ പേജ് എടുത്തേന്ന്. അത് നമ്മൾ ആ പിക്ചർ വരക്കാൻ വേണ്ടി പറഞ്ഞു. അതിന് ശേഷമുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അതെല്ലാം ഒന്ന് വായിച്ചു തരാം. ഫുള്ള് നിങ്ങൾ വായിച്ച് പഠിക്കേണ്ടതാണ്. കണ്ടല്ലോ? പാഠ് സേ കൊളംബസ്, സമുദ്ര, ജഹാസ്, നാവിക്, രാജ, റാണി, ഇസബെല്ല, അമേരിക്ക, സ്പെയിൻ, അമേരിക്കോ, वास्तुकी, ये सब किसी न किसी व्यक्ति, स्थान या वस्तु के नाम है. ഏതെങ്കിലും ഒരു വ്യക്തികളുടെയോ അല്ലെങ്കിൽ സ്ഥലത്തിന്റെയോ വസ്തുക്കളുടെ പേരുകളാണ് ഈ പറഞ്ഞവയൊക്കെ. കൊളംബസ് എന്ന് പറഞ്ഞാലും സമുദ്രം എന്ന് പറഞ്ഞാലും ഷിപ്പ് കപ്പൽ എന്ന് പറഞ്ഞതും രാജാവ്, റാണി, ഇതൊക്കെ പറഞ്ഞത് എന്താണ്? അതില് മന്ത്രം ജപിക്കുന്ന കണ്ണടച്ചിട്ട് അതിൽ എന്തേ അതിലേ ഞാൻ വിചാരിച്ചു നിന്റെ ബോധം പോയിന്നല്ല. കൊറേ സമയം കണ്ണടച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. എന്തെന്നാന്നട തെങ്ങിയല്ല കളിക്കുന്നത്. വീട്ടിൽ തന്നെ എന്തൊക്കെയായി തോന്നുന്നുണ്ട്. ശ്രീധർ മുഹമ്മദ് അതിനെക്കാളും കഷ്ടം. വീഡിയോ ഓഫ് ചെയ്യണ്ടേ? ശ്രീധർ, സുഷ്മിത, ഭാവന, ലഡ്കി, മേസ്, നദി, ഗുലാബ്, രാമായൺ, പണ്ഡിറ്റ് നെഹ്റു, സുന്ദരത, ബുഡാപ്പ, ये भी വ്യക്തി വസ്തു യാ ഭാവ് കെ നാം ഹെ. ഇതും എന്താണ്? വ്യക്തികളുടെയോ വസ്തുക്കളുടെയോ പേരുകളാണ്. നിങ്ങൾ പഠിച്ച പാഠഭാഗത്തിലുള്ള കൊളംബസിലെ ലെസണിലെ വാക്കുകൾ ഓരോന്നും പറഞ്ഞു തന്നത്. ഹമാരെ ചാരോമോർ ബഹുത്ത് സി വസ്തുയേം ഹെ. നമ്മുടെ 4 ഭാഗത്തും ഒരുപാട് വസ്തുക്കളുണ്ട് ഇല്ലേ? ഉണ്ട്. ഷഹർ കെ ടൗണുകളുണ്ട്. ലോഗ് ഹെ ജനങ്ങളുണ്ട്. ഇൻകി പഹചാൻ കെ ലിയെ ഇൻകാ കോയി നാ കോയി നാം ഹെ. അപ്പൊ അതിനെ തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും അതിനൊരു പേരുണ്ട് അല്ലെ? പക്ഷി, അല്ലെങ്കിൽ മൃഗം, അല്ലെങ്കിൽ ബെഞ്ച്, അല്ലെങ്കിൽ കസേര, അല്ലെങ്കിൽ നിങ്ങളുടെ പേരാണെങ്കിൽ ഹന്ന, അല്ലെങ്കിൽ ഗ്രേസ്, അല്ലെങ്കിൽ അതുല്, അങ്ങനെ പേരുകൾ ഉണ്ട് അതിന് അല്ലെ? അല്ലെങ്കിൽ സ്ഥലമാണെങ്കിൽ അതിന്റെ പേരുണ്ട്. വ്യാകരണമേ നാമോക്കോ സപ്ഞ കഹത്തെ ഹെ. ഇതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? സപ്ഞ അല്ലെങ്കിൽ നൗണ്. നൗണ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ ഇംഗ്ലീഷിലെ? പഠിച്ചിട്ടുണ്ട് അല്ലെ? ഏതെങ്കിലും വ്യക്തികളുടെയോ അല്ലെങ്കിൽ വസ്തുവിന്റെയോ സ്ഥലത്തിന്റെയോ ഭാവത്തിന്റെയോ പേരിനെ കുറിക്കുന്ന ശബ്ദമാണ് സപ്ഞ. സപ്ഞ എന്നും പറയും, സംഖ്യ എന്നും പറയാറുണ്ട്. കേട്ടല്ലോ? അതിന് ബാക്കി നെക്സ്റ്റ് പേജിൽ കൊടുത്തിട്ടുണ്ട്. ये नाम या तो मनुष्यों के होते हैं या वस्तुओं के या शहरों देशों के. इस तरह प्रत्येक वस्तु की पहचान नाम से ही होती है. അതായത് വസ്തുക്കളുടെ പേരാകാം, സ്ഥലങ്ങളുടെ പേരാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യരുടെ പേരാകാം. ഇതൊക്കെ എന്താണ്? പ്രത്യേകം പേരായിട്ട് തിരിച്ചു. അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? സപ്ഞ, നൗണ്. വ്യാകരണ കെ അനുസാർ, ഞാൻ വായിക്കുന്നത് ശ്രദ്ധിക്കണേ, നിങ്ങൾ വായിച്ച് പഠിക്കേണ്ടതാണ്. കിസി ഭി മനുഷ്യ വസ്തു സ്ഥാനീയ ഭാവ് കെ നാം കോ സപ്ഞ കഹത്തെ ഹെ. ഒന്ന് ബ്രാക്കറ്റ് ചെയ്ത് വെച്ചേ. ഞാൻ ഇപ്പൊ വായിച്ചൊന്ന് ബ്രാക്കറ്റ് ചെയ്ത് വെച്ചേ. किसी भी मनुष्य वस्तु स्थान या भाव के नाम को സപ്ഞ कहते हैं. സിമ്പിൾ ആയിട്ട് അത് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഏതെങ്കിലും വ്യക്തികളുടെയോ വസ്തുക്കളുടെയോ സ്ഥലത്തിന്റെയോ ഭാവത്തിന്റെയോ പേരിനെ കുറിക്കുന്ന ശബ്ദമാണ് സപ്ഞ, സംഖ്യ. ബ്രാക്കറ്റ് ചെയ്തോ നിങ്ങള്? किसी भी मनुष्य वस्तु स्थान या भाव के नाम को സപ്ഞ कहते हैं. അതൊന്ന് ശരിക്കൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ് ബ്രാക്കറ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞത്. ഇനി എന്റെ താഴെ നോക്കിയേ. രാം, മോഹൻ, ദില്ലി, ആഗ്ര, രാമായൺ, ഗുരുഗ്രന്ഥ്,
साहब ऐसे नाम है जिनसे किसी एक ही पहचान होती है उन्हें व्यक्तिवाचक संज्ञा कहते हैं. ഈ പറഞ്ഞവയെല്ലാമാണ് വ്യക്തിവാചക സംജ്ഞ. അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി വേറൊരു വഴിയുണ്ടെന്ന്. വ്യക്തികളുടെയും സ്ഥലങ്ങളുടെയും പേര് വരിക ഏതിലാണ്? വ്യക്തിവാചക സംജ്ഞയിലാണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള 3 സംജ്ഞയാണുള്ളത്. സംജ്ഞ 3 തരത്തിലുണ്ട്. വ്യക്തിവാചക സംജ്ഞ, ജാതിവാചക സംജ്ഞ, ഭാവവാചക സംജ്ഞ. അതിൽ വ്യക്തിവാചക സംജ്ഞയിൽ നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് തന്നിട്ട് വ്യക്തിവാചക സംജ്ഞയ്ക്ക് അതിൽ നിന്ന് എടുത്തെഴുതാൻ വേണ്ടി പറഞ്ഞാല് വ്യക്തികളുടെ പേരും സ്ഥലത്തിന്റെ പേരും ഉണ്ടെങ്കിൽ അത് ഏതിലേക്കാണ് എഴുതേണ്ടത്? വ്യക്തിവാചക സംജ്ഞയിലേക്ക്. മറന്നുപോവാ? വ്യക്തിവാചക സംജ്ഞയിൽ ഏതൊക്കെ പെടും? വ്യക്തികളുടെ പേരും സ്ഥലങ്ങളുടെ പേരും. വേറൊന്നും അതിൽ ചേർക്കാൻ പാടില്ല കേട്ടല്ലോ. നെക്സ്റ്റ്, किताब में शहर नदी पर्वत आदि ऐसे नाम जो सभी जगह प्रयोग में आते हैं वे जातिवाचक संज्ञा कहलाते हैं क्योंकि इनसे किसी एक का नहीं पूरे समूह का पता चलता है. ജാതിവാചക സംജ്ഞയ്ക്ക് എന്താ പ്രത്യേകത? ഒരു കൂട്ടം, ഒന്നല്ല. അപ്പൊ അങ്ങനെയുള്ളവയാണ് ജാതിവാചക സംജ്ഞയിൽ വരിക. ഇപ്പൊ ഇവിടെ നദി, കുറെ നദികൾ ഉണ്ടല്ലേ, നദി. അതുപോലെ തന്നെ എന്താണ്, പർവ്വത്, ഷഹർ, ഇങ്ങനെ വരുന്ന വാക്കുകളെല്ലാം വസ്തുക്കളുടെ പേരൊക്കെ വരുന്നതൊക്കെ ഏതിലാണ്? ജാതിവാചക സംജ്ഞയില്. ഓർമ്മിച്ച് വെക്കുക. എന്താണ്? വ്യക്തികളുടെയും സ്ഥലങ്ങളുടെയും പേര് വ്യക്തിവാചകലും വസ്തുക്കളുടെ പേര് ഏതിൽ വരും? ജാതിവാചക സംജ്ഞയിൽ പെടും. ഈ രണ്ടിലും പെടാത്ത വാക്കുകളുണ്ട്. ഏതാണ് ആ വാക്കുകൾ എന്നറിയോ? ഇതിൽ രണ്ടിലും പെടാത്ത വാക്കുകള് കുട്ടിക്കാലം, ബച്പൻ എന്നുള്ളൊരു വേർഡാണ് അല്ലെ, ബച്പൻ. അത് വ്യക്തിയല്ല, വസ്തുവല്ല, സ്ഥലവുമല്ല അല്ലെ. കുട്ടിക്കാലം എന്ന് പറഞ്ഞാല് ആണോ? അതുലേ പേനയിലൊന്ന് താഴ്ത്തി വെച്ചേ. കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിലൊന്നും പെടുത്താൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുന്നവയാണ് ഏതിൽ വരുക? ഭാവവാചക സംജ്ഞയില്. ലഡായി, യുദ്ധം. യുദ്ധം എന്ന് പറഞ്ഞാല് ഇതല്ല, വ്യക്തികളുടെ പേരല്ല, വസ്തുക്കളുടെ പേരല്ല, സ്ഥലത്തിന്റെ പേരല്ല അല്ലെ. അപ്പൊ അതൊക്കെ വരുന്ന വാക്കുകളാണ് ഏത്? ഭാവവാചക സംജ്ഞയിലാണ് ഇവയൊക്കെ വരിക. ബുഡാപ്പ, അതുപോലെ ലടുക്കപ്പൻ, അങ്ങനെ വരുന്ന വാക്കുകളെല്ലാം ഭാവവാചക സംജ്ഞയിലാണ് വരിക. ഇത് ചെയ്യുന്ന കാര്യങ്ങളിലല്ലേ? ചെയ്യുന്ന കാര്യങ്ങളില്ല. ഉറക്കത്തെ മുഹമ്മദേ, ഉറക്കത്തുനിന്ന് എഴുന്നേറ്റ് വരൂ. ചെയ്യുന്ന കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ വ്യക്തിവാചകയിലും ജാതിവാചകയിലും പെടാത്ത ബാക്കി വരുന്ന ശബ്ദങ്ങളെ ഭാവവാചകയിലാണ് പെടുക. കേട്ടല്ലോ? സംശയം വന്നോ? ഹന്നക്ക് റെഡിയായോ പറഞ്ഞത്? വ്യക്തിവാചകയിൽ വ്യക്തികളുടെയും വസ്തുക്കളുടെയും വ്യക്തികളുടെയും സ്ഥലങ്ങളുടെയും പേര്, ജാതിവാചകയില് വസ്തുക്കളുടെ പേര്. ഇവ രണ്ടിലും പെടാത്തവ ഏൽപ്പെടും? ഭാവവാചകയില്. പിന്നെ അതിന്റെ ബാക്കി നോക്ക്. जैसे नदी नदी कहने से हमें किसी भी नदी का ज्ञान होता है, फिर चाहे वह भारत में हो या अफ्रीका में. पेड़ सभी प्रकार के पेड़ कहलाते हैं. पेड़ എന്ന് പറഞ്ഞാൽ മരം. മരം എന്ന് പറഞ്ഞാൽ ഒരുപാട് മരങ്ങൾ ഉണ്ട് അല്ലേ. ഏത് മരാന്നൊന്നും പറഞ്ഞില്ല. പേട് എന്ന് പറഞ്ഞാൽ ഒരു മരം എന്നാണ് അർത്ഥം. അപ്പൊ മരം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടത്തിന്റെ ഒരു പേരാണ് അല്ലെ. അപ്പൊ അതും ഏതിലാണ് വരിക? ജാതിവാചക സംജ്ഞയിലാണ് വരിക. പേട്, നദി, പർവ്വത്, ചിടിയ, ജാൻവർ, അങ്ങനെയുള്ള ശബ്ദങ്ങള്. കേട്ടോ? തല പുകക്കല്ല അധികം. നോക്ക്. इसी प्रकार मन में पैदा होने वाले भावों को भी हम कोई ना कोई नाम देते हैं. इन्हें भाववाचक संज्ञा कहते हैं. അപ്പൊ ഇത് പ്രകാരം നമുക്ക് ബാക്കിയുള്ള ശബ്ദങ്ങൾക്ക് നമുക്ക് അതിനൊരു വ്യക്തമായ പേരില്ല. അപ്പൊ അതിനെയാണ് നമ്മള് ഭാവവാചക സംജ്ഞ എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? സുന്ദർ വസ്തു കേലിയെ സുന്ദരത കാ ഭാവം. നമ്മൾ മനോഹരമായ ഒരു വസ്തുവിന്റെ സുന്ദരത എന്ന് പറയും ഹിന്ദിയിൽ അല്ലെ. സുന്ദരത, സൗന്ദര്യം എന്നാണ് അതിന്റെ അർത്ഥം.
അതൊരു വ്യക്തിയല്ല, വസ്തുവല്ല. അപ്പൊ അത് അങ്ങനെയുള്ള ശബ്ദങ്ങൾ ഏൽപ്പെടും ഭാവവാചക സംജ്ഞയില്. അപ്പൊ അതിന് താഴെ കൊടുത്തിരിക്കുന്ന നോക്ക്, अतः व्याकरण ने असंख्य नामों को मुख्य 3 भागों में बांटा है. व्यक्तिवाचक संज्ञा शब्द चाचा नेहरू, താജ്മഹൽ, ഗംഗാ നദി. ആ നദിക്ക് ഗംഗ എന്ന് പേര് കൊടുത്തത് കൊണ്ടാണ് അത് വ്യക്തിവാചക സംജ്ഞയിൽ വന്നത്. അല്ലാണ്ട് നദിയുടെ പേര് വന്നാല് വ്യക്തിവാചകം തന്നെ വരും. നദിന് മാത്രം കൊടുത്തതാണെങ്കിലേ ജാതിവാചകത്തിൽ വരുള്ളൂ. കൺഫ്യൂഷൻ വരില്ലേ? ഗംഗാ നദി, നദിയുടെ പേര് അവിടെ വന്നിട്ടുണ്ട് ഗംഗ, അതുകൊണ്ടാണ് അത് വ്യക്തിവാചക സംജ്ഞയിൽ വന്നിട്ടുള്ളത്. जातिवाचक संज्ञा शब्द पर्वत, विद्यालय, पक्षी. भाववाचक संज्ञा शब्द बुढ़ापा, अच्छाई, सुंदरता. बुढ़ाप വാർദ്ധക്യാവസ്ഥ, പിന്നെയോ അച്ചായി നന്മ നല്ലത്, സുന്ദരത സൗന്ദര്യം. तुम्हारी कक्षा में जितने भी बच्चे हैं हम उन्हें नाम से पहचानते हैं. നിങ്ങളുടെ ക്ലാസ്സിൽ എത്രയോ കുട്ടികളുണ്ട് അല്ലേ? കുറെ കുട്ടികളില്ലേ ക്ലാസ്സിലെ? നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ട് കുറെ പേരുണ്ട്. അവരുടെ പേരുകളുണ്ട് അല്ലേ? അതുല്, മുഹമ്മദ്, ഏഞ്ചൽ, ലക്ഷ്മി പ്രിയ, ഷഹാന, ഷെറിൻ, ഇന്നത്തെ ഗസ്റ്റ്. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞത്? വേ ഏകേക വ്യക്തി ഹെ, അവർ ഓരോ വ്യക്തികളാണ്. അതഹ വേ സബ് നാം വ്യക്തിവാചക. അതുകൊണ്ട് അവരെ ഓരോരുത്തരുടെയും പേര് ഏതിലാ വരുക? വ്യക്തിവാചക സംജ്ഞയില്. നെക്സ്റ്റ് അതേപോലെ നിങ്ങളോട് വേറൊന്ന് ചോദിക്കുന്നത് എന്താണ്? കിനിൻ 10 ബച്ചോं के नाम लिखो. നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു 10 കുട്ടികളുടെ പേര് വ്യക്തിവാചക സംജ്ഞയിൽ എഴുതാം. നിങ്ങളുടെ ക്ലാസ്സിലെ ഗ്രേസ്, ജോസി, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 10 പേര്. അതിന് താഴെ വേർന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ്? തുമാരി കക്ഷാമേ ബഹുത്ത് സി വസ്തു എം ഹെ. നിങ്ങളുടെ ക്ലാസ് മുറിയിൽ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളല്ലാതെ വേറെ എന്തൊക്കെയോ വസ്തുക്കളില്ലേ നിങ്ങളുടെ ക്ലാസ്സില്? ഉണ്ടോ? ഇപ്പൊ നിങ്ങൾ ക്ലാസ്സിലാണെന്നിരിക്കും, വീട്ടിലല്ല. മേസ്, കുർസി, ശ്യാമപട്. ശ്യാമപട് പറഞ്ഞാൽ എന്താണ്? ശ്യാമപട് പറഞ്ഞാൽ ബോർഡ്, ബ്ലാക്ക് ബോർഡ്. കിതാബ്, കോപ്പി, പെൻസിൽ, ദവാത്ത്. ദവാത്ത് പറഞ്ഞാല് മഷിക്കുപ്പി, മഷി. ബസ്ത, കപ്പടെ ആദി ഏ സബ് ജാതിവാചക സംജ്ഞാ ഹെ. നിങ്ങളുടെ ക്ലാസ് മുറിയിലെ ബാക്കിയുള്ള വസ്തുക്കളെല്ലാം എന്താണ്? ജാതിവാചക സംജ്ഞയ്ക്ക് ഉദാഹരണങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി നിങ്ങളുടെ ക്ലാസ് മുറിയിൽ വേറെയും വസ്തുക്കൾ ഉണ്ടാവാം, ഉണ്ടാവില്ലേ? കാർഡ്ബോർഡ്, ഇതൊക്കെ കൂടാണ്ട് ബ്ലാക്ക് ബോർഡ്, അതുപോലെ എന്താണ് കസേര, പുസ്തകം, നോട്ട്ബുക്ക്, പെൻസിൽ, ഇതൊക്കെ കൂടാതെ വേറെയും വസ്തുക്കളുണ്ട്. ഇൻകെ അതിരിക്ത് കക്ഷാ കി കിനി 10 അന്യ ജാതിവാചക സംജ്ഞാ കെ നാം ലിഖോ. ഈ പറഞ്ഞത് കൂടാതെ വരുന്ന എക്സ്ട്രാ വരുന്ന 10 ജാതിവാചക സംജ്ഞയ്ക്ക് ഉദാഹരണം. മുഹമ്മദ് കെ വിൻഡോ, വിൻഡോ എന്ന് അയച്ചിട്ടുണ്ട്, കിടക്കിന്ന് അല്ലേ? അങ്ങനെ കണ്ടുപിടിച്ചെഴുതുക. തേർഡ്, तुम्हारी कक्षा और विद्यालय में कई वस्तुएं हैं जैसे बूढ़ा चौकीदार, सुंदर अध्यापिका, मीठा आम, कड़वा नीम, गरीब बच्चा, होशियार लड़का आदि. इन शब्दों से भाववाचक संज्ञा शब्द बनाओ. നിങ്ങളുടെ ക്ലാസ് മുറിയിലെ, സ്കൂളിലെ ക്ലാസ് മുറിയിലെ, അതായത് എന്താണ് ബൂഢ ചൗക്കിദാർ, എന്താണ് പറഞ്ഞ ഗേറ്റ് കീപ്പർ ഉണ്ടാവും, പ്രായമുള്ള ബൂഢ, കുറച്ച് പ്രായമുള്ള വേണമെങ്കിൽ വാച്ച്മാൻ ഉണ്ടാവാം. അപ്പൊ അതിൽ നിന്ന് വരുന്ന ഭാവവാചക സംജ്ഞയാണെന്ത്? ബുഡാപ്പ. സുന്ദര അധ്യാപിക, നല്ല സ്റ്റൈലിലെ അധ്യാപിക ഉണ്ടാവാം അല്ലേ? ആകെ പോയ. അപ്പൊ അങ്ങനെയുണ്ട്. ആ സുന്ദർ നിലയിൽ ഭാവവാചക സംജ്ഞ മാറ്റിയാണ് സുന്ദരത. അങ്ങനെ മീഠ ആം, മീഠ ആം എന്നാൽ മധുരമുള്ള മാങ്ങ അല്ലെ, മാമ്പഴം. കഡ്വാ നീം, നീം എന്ന് പറഞ്ഞാൽ വേപ്പാന്ന്, കയ്പുള്ള വേപ്പ് മരം. ഗരീബ് ബച്ച, പാവപ്പെട്ട കുട്ടി ഉണ്ടാവാം. ഹോഷിയാർ എടുക്ക, സാമർത്ഥ്യക്കാരനായ, പരിശ്രമിക്കുന്ന സാമർത്ഥ്യക്കാരനായ ആൺകുട്ടി ഉണ്ടാവാം. അപ്പൊ ഇതിൽ നിന്നൊക്കെ നിങ്ങൾ എന്ത് വേണം? ഭാവവാചക സംജ്ഞയിലേക്ക് എക്സാമ്പിൾ മാറ്റി എഴുതുക.
അതിൽ താഴെ ഏതാ കൊടുത്തിട്ട് ബൂഡ ബുഡാപ്പ സുന്ദർ സുന്ദരത കണ്ടുവാ എന്റെ മുഖത്തല്ല ടെക്സ്റ്റിലെ പേജ് നമ്പർ 45 അതിൽ താഴെ താഴെ കുറച്ച് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യണം ഇതുപോലെ മാറ്റി എഴുതണം എന്നാ പറയുന്നത് കേട്ടോ ഗരീബ് അമീർ മീഠ കഡ്വ ഹോഷിയാർ അച്ഛ കണ്ടോ ഇതൊന്ന് മക്കൾ എന്ത് ചെയ്യണമെന്ന് അറിയോ ഈ ഗ്രാമർ ഭാഗം ഒന്ന് വായിച്ചു നോക്ക് കേട്ടല്ലോ എന്നാലും എന്തെങ്കിലും മനസ്സിലാവുമല്ലോ പെട്ടെന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും ആദ്യം സപ്ഞയൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് അത് എന്താണെന്ന് മനസ്സിലാവുമല്ലോ ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് കാണാം എല്ലാവരും വായിക്കില്ലേ എക്സാമിന്റെ പേപ്പർ ഇപ്പൊ തന്നെ ഒന്ന് സെൻഡ് ചെയ്ത് തരണേ ഓക്കെ സി യു എല്ലാവരും നന്നായിട്ട് പഠിക്കണേ ഓക്കെ ബൈ ഷഹാന നെക്സ്റ്റ് ക്ലാസ് കാണണേ ഓക്കെ